ഹായ്. വീണ്ടിടം വിദ്യയാക്കുന്നവൾ വിദ്യ. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടത്തിത്തരാൻ ഈ ലോകം മുഴുക്ക നമ്മുടെ കൂടെ കാണും. ഇത് ഞാൻ പറഞ്ഞതില്ല, നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞതാ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു 100% തെറ്റായ കാര്യമാണ്. നമുക്ക് വല്ലതും ആവണമെങ്കിൽ നമ്മൾ തന്നെ ആഗ്രഹിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരൊന്നും ഒന്നും ആഗ്രഹിക്കാൻ പോകുന്നില്ല. ഇനി നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നെന്ന് അവർക്ക് മനസ്സിലായാൽ തന്നെ അതൊന്നീ മുടക്കാനോ ഇല്ലെങ്കിൽ വെടക്കാക്കി തനിക്കാക്കാനോ മാത്രമായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഉദ്ദേശം. നമുക്കെന്തെങ്കിലും ആവണോ നമ്മൾ തന്നെ ആവണം. നമുക്കാരും വായിൽ ഉരുട്ടിക്കയറ്റിയൊന്നും വച്ച് തരാൻ പോകുന്നില്ല. ഇനി എത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ പറയണവരെല്ലാം കാണും നമ്മുടെ പങ്ക് പറ്റാൻ. ഉദാഹരണത്തിന് മുടോമൾ LP സ്കൂളിൽ പോയിട്ട് നമ്മളൊരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ പോയാൽ അപ്പോൾ ആദ്യം നമ്മുടെ ഹെഡ് മാസ്റ്റർ, നമ്മളെ പുഷ്കരാനന്ദ സാർ ആദ്യം പറയും, ദേ നമ്മളെ മോഹൻലാൽ പഠിച്ച സ്കൂളാണ്, ഞാനാണ് പഠിപ്പിച്ചത്, ഒന്നും നോക്കണ്ട, മക്കളെ അങ്ങ് ചേർത്ത് തോന്നും. നമ്മളെ ഓമനമ്മ പറയും, ലാലു ഒരു മരിച്ചിനി മീനും വെച്ചു കൊടുത്തത് ഞാനാണെന്ന്. എൻ്റെ കൊച്ചിച്ചൻ പറയും, ലാലു എൻ്റെ കൂടെ പഠിച്ചതാണ്, ഞാനും അവനും കൂടെ കട്ടയ്ക്ക് മത്സരിച്ചാണ് പഠിച്ചത്, മാത്സിന് എനിക്ക് അവനെക്കാളും മാർക്കുണ്ടായിരുന്നു. കൊച്ചിച്ചൻ്റെ മാർക്ക് കണ്ടിട്ടുണ്ടോ? മാത്സിന് 50ൽ 3. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ എത്രയായിരിക്കും? ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ തല പുകഞ്ഞിട്ടുണ്ട്. അതെല്ലാം പോട്ട് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ലാലേട്ടന് അവസരം കിട്ടാൻ വേണ്ടി അപ്പൂപ്പൻ്റെ തല പളനി കൊണ്ടുവരെ മുട്ടയടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓമനമ്മ തള്ളി വിട്ടിട്ടുണ്ട്. അതാണ് പറയണത്, നമ്മളൊരു ലെവൽ വരെ എത്തിക്കഴിഞ്ഞാൽ അതിന് പങ്കുപറ്റാൻ ഈ ലോകം മുഴുക്ക നമ്മുടെ കൂടെ കാണുന്നു. പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, നമ്മുടെ ആഗ്രഹങ്ങളെ പറ്റിയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആഗ്രഹങ്ങളെ പറ്റി. നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയേ. നല്ല പൊളപ്പനായിട്ടുള്ള മറുപടി കേൾക്കാം. ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നന്മ ചെയ്യാൻ ഫീൽ ചെയ്തിട്ട് ഞാൻ നേരെ നമ്മുടെ പ്രപഞ്ചത്തിലെ പോരാളിയുടെ അടുത്ത്, എൻ്റെ സ്വന്തം പോരാളിയുടെ അടുത്ത് പോയി ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും നടക്കാതെ പോയ ആഗ്രഹമുണ്ടോ അമ്മ? മകളായ ഞാൻ നടത്തി തരാമെന്ന്. അപ്പം തിളച്ച എണ്ണയിൽ കടുക് ഇട്ടിട്ട് അമ്മ എന്നെ ഒരു ചിറച്ചിൽ ചെറഞ്ഞു. ഞാൻ വിട്ടില്ല. ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഉടുത്തിരിക്കണ മുണ്ട് വരെ പൊക്കി തലയെ കെട്ടിക്കൊണ്ട് ഓടേണ്ടി വരും എന്ന് അറിഞ്ഞിട്ടും പാർട്ടിക്ക് വേണ്ടി ചങ്കും പറിച്ച് നിൽക്കുന്ന അണിയെപ്പോലെ ഞാൻ അമ്മയുടെ പുറകെ കൂടി. അവസാനം അമ്മ എൻ്റെ അടുത്ത് പറയുകയാണ്, നീ തിന്ന പാത്രമെങ്കിലും നീ ഒന്ന് കഴുകി വെച്ച് കണ്ടാൽ കൊള്ളാമെന്നുണ്ടടി, അതാണ് എൻ്റെ ആഗ്രഹമെന്ന്. എൻ്റെ നന്മ അമ്മ മുളയിലേ അങ്ങ് നുള്ളിക്കളഞ്ഞു. ശരിയായില്ല. നേരെ 5ാം ക്ലാസ്സിൽ വരെ പഠിച്ചിരുന്ന നമ്മൾ ലളിതാംബിക ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ടീച്ചറിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ടീച്ചർ, എൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞപ്പം ആ ടീച്ചർ തുകി കൈയോടെ എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ പൊന്നുമക്കളെ, നിന്നെ പഠിപ്പിച്ചത് ഞാനാണെന്ന് നീ ലോകത്തിനോട് പറയാതിരുന്നാൽ മാത്രം മതി, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന്. അവിടെ ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കിയപ്പം മുറ്റത്ത് കുത്തിയിരിക്കുന്നു നമ്മളെ ഓമനയമ്മ. ഒന്നും നോക്കിയില്ല. ആദ്യമേ അമ്മൂമ്മയുടെ നിന്ന് തുടങ്ങണമായിരുന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പോയി നല്ലോണം കലക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നേരെ അമ്മൂമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു, അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അമ്മൂമ്മ? എൻ്റെ അടുത്ത് പറ, ബാക്കിയുള്ളവരടുത്തൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന്. അപ്പം ആ മഹാകിളവി പറയുകയാണ്, എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല മക്കളെ, അപ്പുറത്തെ സരസുവിന് വിധവാ പെൻഷൻ കിട്ടണ കാണുമ്പം എൻ്റെ അടിവയറ്റിൽ നിന്ന് എന്തോ പോലെ, അവൾക്ക് 2 ആമക്കളുള്ളതല്ലേ, മക്കൾ ആ പെൻഷൻ ഒന്ന് മുടക്കി തരുമെന്ന്. ഞാൻ പറഞ്ഞു, അത് മഹാഭാവം കിട്ടണ കേസല്ലേ അമ്മൂമ്മ, വേണമെങ്കിൽ അമ്മൂമ്മയ്ക്ക് വിധവാ പെൻഷൻ കിട്ടാൻ അപ്പൂപ്പൻ്റെ കാര്യത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന്. കർണക്കുറ്റിക്ക് ഒറ്റ അടിയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അമ്മൂമ്മ കരാറിൽ ഒപ്പുവയ്ക്കണതാണ് കണ്ടത്. കൂട്ടത്തിൽ ഒറ്റ ഡയലോഗ്, മക്കളെ വേദനിപ്പിക്കാതെ തീർക്കണേന്ന്. എൻ്റെ പൊന്നമ്മച്ചി, ഈ കിളവിയുടെ ആഗ്രഹത്തിന് നിന്ന് കഴിഞ്ഞാൽ ജയിലിടിഞ്ഞാലും പുറത്തു വരാൻ പറ്റില്ല. അപ്പൂപ്പൻ ഈ ഡേഞ്ചറസ് ആണ്. ഇത് മനസ്സിലാക്കിയിട്ട് പുറത്തോട്ട് ആരെടുത്തെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞ് ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ച്, നിനക്കെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോടിയെന്ന്. അവൾ പറഞ്ഞു, ഉത്സവത്തിന് ജയിൻ്റ് വീലിൽ കയറണോടി. എന്നിട്ട് ഏറ്റവും മണ്ടയിലെത്തുമ്പം ഭർത്താവിനെയും കുടുംബക്കാരെയും അറിഞ്ഞ് തെറി വിളിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, അതെന്തിനാടി? താഴെന്ന് വിളിച്ചാൽ പോരെ? അതിനൊരു ഗുമ്മില്ലടി, ഏറ്റവും മണ്ടയെത്തുമ്പോൾ വിളിക്കണമെന്ന്. അതും പോയി വേറൊരാഗ്രഹം. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് കാണുന്ന പൊതുവായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മം നമുക്ക് ആണായിട്ട് ജനിക്കണമെന്നായിരിക്കും പകുതി പേരുടെയും ആഗ്രഹം. പക്ഷെ വെറുതെയാണ്. ഇക്കൊല്ലം നമുക്ക് മെക്കിട്ട് കയറാനെങ്കിലും ഒരാണുണ്ട്. അടുത്ത കൊല്ലം നമ്മൾ ആണായി കഴിഞ്ഞാൽ ഏവളെങ്കിലും വന്ന് നമ്മളെ മെക്കിട്ട് കയറും. അതിനേക്കാളും നല്ലത് ഇപ്പോൾ ഉള്ള ലൈഫല്ലേ നല്ലത്, ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്, ചേച്ചിയുടെ ഇഷ്ടം പോലെ. പിന്നെ വേറെ ചിലർ പറയും, എനിക്ക് അർദ്ധരാത്രി ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആണുങ്ങൾ നടക്കുന്ന പോലെ സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കണം എന്ന് പറയും. നടന്നത് തന്നെ. പർദ്ദ ഇട്ടുകൊണ്ട് പോയാലും കാലിൻ്റെ ഉപ്പൂറ്റി കാണിച്ച് വികലാംഗന പീഡനത്തിന് ആകർഷിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ കേസെടുക്കും. എന്തിന്? നമ്മുടെ കുഞ്ഞമ്മമാരും മാമിമാരും തന്നെ അടുത്ത അയൽക്കൂട്ടത്തിൽ ചെന്ന് നിന്നുണ്ട്, അവൾക്ക് എന്തിൻ്റെ കേട്, അസമയത്ത് പോയിരിക്കണം, അവൾ പോക്ക് കേസാണ് എന്ന് നമ്മളെപ്പറ്റി തന്നെ കഥ പറഞ്ഞുണ്ടാക്കും. ഈ ഇന്ത്യ വിട്ട് പോയിട്ട് വേണമെങ്കിൽ രാത്രി നടക്കണതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം.
അതിനിടയിൽ അപ്പുറത്തെ വീട്ടിലെ സുലോചന മാമി വന്ന് പറഞ്ഞ്, മക്കളെ നീ എല്ലാവരും ആഗ്രഹം ചോദിക്കണില്ലേ, മാമിയുടെ ആഗ്രഹം കൂടെ ഒന്ന് നടത്തി തരണം. ഞാൻ ചോദിച്ചു, എന്താണ് മാമി? എന്തോ ഒരു വള്ളിക്കെട്ടാണെന്ന് മനസ്സിലായി. മാമിക്കൊന്ന് വൈറലാവണം, മാമിക്ക് 4 പേര് മാമിയെ പറ്റി സംസാരിക്കണം, അടുത്ത അയൽക്കൂട്ടത്തിലൊക്കെ എല്ലാവരും മാമിയെ ഒന്ന് പൊക്കി പറയണം. ഇതായിരുന്നു മാമിയുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, സിമ്പിൾ, മാമി ഒന്നും നോക്കല്, ഏറ്റവും അടുത്ത തിയേറ്ററിൽ പോയിട്ട് ഒരു നല്ല സിനിമ കാണുക, തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് എത്ര നല്ല സിനിമയാണെങ്കിലും വായി കൊള്ളാമെന്നുള്ളതിൻ്റെ ഏറ്റവും മാക്സിമം മോശം കമൻറ്റ് പറഞ്ഞോ, ഇടയ്ക്കൊരു 4 ഇംഗ്ലീഷും കൂടെ ചേർത്താൽ പിന്നെ പൊളിക്കുമെന്ന് പറഞ്ഞു. ഈ കിളിപോയ സ്ത്രീ ഞാൻ പറഞ്ഞു കേട്ട പറഞ്ഞാൽ തന്നെ നേരെ പോയി നാഷണൽ അവാർഡ് വരെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സിനിമയ്ക്ക് പോയിട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. ഇന്റർവെല്ലിന് ശേഷം ഞാൻ പൂത്ത് ഉറക്കമായിരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ പുട്ടിൻ്റെ ഇടയിൽ പീര പോലെ ഒരു 4-5 അക്ഷര സ്ഫുടതയോടെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും പറഞ്ഞു. പിന്നെ പറയണോ, നമ്മുടെ വീട്ടിലിരുന്ന് വേറെ പണിയൊന്നും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് മാത്രം പൂരത്തെറിയേറ്റ് പോസ്റ്റ് ചെയ്യണ ചേട്ടന്മാരങ്ങ് ഏറ്റെടുത്തു. ഇപ്പം മാമി ആറ്റുകാൽ പൊങ്കാലയ്ക്കൊന്നും പോവാറില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ പോരാളി, എൻ്റെ സ്വന്തം അമ്മ വന്ന് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, നീ എന്തായാലും നടത്തി തരാമെന്ന് പറഞ്ഞില്ലേ. നമ്മളെ ചോദിക്കമ്മ, ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഒരു ദിവസം ഒരു പണിയും ചെയ്യാതെ പഴയ കൂട്ടുകാരെ കൂടെ ഒന്ന് കറങ്ങി ചുറ്റി അടിച്ചിട്ട് വരണം, അതാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ സിമ്പിൾ, അമ്മ ഒന്നും നോക്കണ്ട, പൊക്കോ. പക്ഷെ അടുത്തത് ഒരു മാസ് ഡയലോഗായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ സിങ്കിൽ ഒരൊറ്റ പാത്രം കാണാൻ പാടില്ല, ഒരൊറ്റ തുണി പോലും കഴുകാതെ അവിടെ എവിടെയെങ്കിലും കിടക്കണ കാണാൻ പാടില്ല. അതിനേക്കാൾ ഉപരി അവരോരെ മക്കളെ അവരോര് എന്നെ നോക്കിക്കോണം, അമ്മൂമ്മയുടെ കൂടെ പോ മക്കളെ എന്നും പറഞ്ഞ് തള്ളി വിടാൻ പാടില്ല. ഐ ആം ഇൻ ട്രാപ്പ്. ഒന്നും നോക്കിയില്ല. അമ്മയുടെ ആഗ്രഹമല്ലേ, മക്കളെ അമ്മൂമ്മ പോയിട്ട് വരട്ടെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് ടാറ്റയും പറഞ്ഞ് അയക്കാൻ പറഞ്ഞിട്ട് അമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. ഇപ്പം മാസത്തിൽ 10 ദിവസവും അമ്മ ടൂറോട് ടൂറാണ്. പണ്ടൊക്കെ ദേവാലയ ദർശനമാണെങ്കിൽ ഇപ്പം ടൂറ് കറങ്ങി കറങ്ങി ഗോവ വരെ എത്തി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ചുറ്റുമുള്ള മെയിൻലി സ്ത്രീ, അമ്മയോ അമ്മായി അമ്മയോ പെങ്ങളോ ഇനി കൂട്ടുകാരിയോ ആരോ ആവട്ടെ, നമ്മുടെ കയ്യിലെ മൊബൈലൊന്നങ്ങ് മാറ്റി വെച്ചിട്ട് അവരെ കണ്ണിലോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കാതെ പോയ ഒരു ആഗ്രഹമുണ്ടോ, ഇപ്പം എന്നെ കൊണ്ട് നടത്തി തരാൻ പറ്റുന്ന ഒരു ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. ഒന്നുകിൽ നല്ല പൊളിച്ച തെറിയേക്കും, ഇല്ലെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ചിരിക്കും. ആ ചിരിയിലുണ്ട് അവർക്ക് നടക്കാതെ പോയ ഒരു കൂട്ടം ആഗ്രഹങ്ങളുടെ ഒരു പുഞ്ചിരി. വേറൊന്നുമല്ല, ചിലപ്പോൾ നമ്മളെ കൊണ്ട് നടത്തി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമുക്ക് വേണ്ടി ഒരു 2 സെക്കൻഡ് കളഞ്ഞിട്ട് അത് ചോദിക്കാൻ ഒരാളുണ്ടായല്ലോ എന്നുള്ളൊരു തൃപ്തി അവരുടെ മുഖത്തുണ്ടാവും. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിക്കോ. അമ്മയോട് പോയി ചോദിക്കേ, അമ്മ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എന്ന്. അപ്പോൾ ഒരു ചിരി കാണാം, അല്ലെങ്കിൽ മിനിമം ഒരു തെറിയെങ്കിലും കാണാം.